ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കായ്ക്കുംസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇതിന് കായ്പോള എന്ന് പറയുന്ന കേൾക്കുന്നത്, നമ്മൾ ഇറാനിപ്പോള എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കായ്ക്കുംസ് എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു എനിക്ക് കായ്ക്കുംസ് ഉണ്ടാക്കുന്നത്. ഇതിനുണ്ടാക്കിയതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. അപ്പം ഞാനിതവിടെ 5 കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലോണം പഴുത്തതാണ് കേട്ടോ. ചില വീഡിയോസിൽ കണ്ടു അധികം പഴുക്കാത്ത വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ നല്ലോണം പഴുത്തതായ സമയത്ത് വെറുതെ ഇനി എന്താണ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റിന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും അതുപോലെ തന്നെ മുന്തിരിയും ഒന്ന് നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന്. ഓക്കെ, നെക്സ്റ്റ് വെച്ചാൽ നമ്മൾ കായ് വാട്ടാൻ വേണ്ടി പോകുന്നു കേട്ടോ. നമ്മൾ സാധാരണ കായ് വാട്ടല്ലേ, അതുപോലെ വാട്ടാൻ വേണ്ടി പോവുക ചെയ്യുന്നത്. അപ്പോൾ അതിന് പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് നെയ്യ് മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചത് കേട്ടോ. അതായത് നമ്മുടെ മിൽമ നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് നമ്മൾ പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഓവറായിട്ട് വേണ്ട, ഒന്ന് കുറച്ച് മാത്രം ഒരു പഞ്ചസാര ഈ ഒരു കായിലേക്ക് ഇട്ടെടുക്കാം. ഓക്കെ, അതിന് ശേഷം ഇത് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നല്ലോണം വാട്ടി ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ അധികം ഇങ്ങനെ ഇളക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡൊന്ന് ജസ്റ്റ് മുരിച്ചെടുത്താൽ മാത്രം മതി. എനിക്ക് കുറച്ച് സ്മാഷ് ആക്കിയിട്ട് കഴിക്കാനാണ് പൊതുവേ കായ്വാട്ടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ലാസ്റ്റ് ടൈം സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ വെച്ചിട്ട് തന്നെ സ്മാഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും രണ്ടും വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുട്ടൻ്റെ വെള്ളയാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് മാത്രം ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല രീതിയിൽ പൊന്തി വരും കേട്ടോ. ജ്യൂസ് മെഷീനിലും വരും, പക്ഷേ നമ്മൾ കുറേ ടൈം ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വൈറ്റ് മാത്രം ഇങ്ങനെ ജ്യൂസ് അടിക്കുന്നുണ്ട്. അതിലേക്ക് ഏലക്കായ 2 ഏലക്കായ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു മണത്തിന്. അല്ലെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വൈറ്റ് നല്ലപോലെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം അതിലേക്ക് നമ്മളിത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇടാം കേട്ടോ, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതിനത് വൈറ്റ് ആയതിനു ശേഷം അതിലേക്ക് അതിൻ്റെ മഞ്ഞയും കൂടി ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ മഞ്ഞയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ ഇതിൽ ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് കുറച്ച് കട്ടി കിട്ടിക്കോട്ടതിന് ശേഷം ഞാൻ ബ്രെഡ് ചേർത്തതാണ്. അതായത് നല്ലോണം പഴുത്ത പഴം എടുത്തുകൊണ്ട് തന്നെ ചിലപ്പം മറിച്ചിടുമ്പോൾ മറ്റേ പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 2 ബ്രെഡ് ചേർക്കുന്നുണ്ട്.
ഞാൻ അതുപോലെ തന്നെ കാരറ്റുംസിലും അങ്ങനെ ചേർക്കലുണ്ട് കേട്ടോ, ബ്രെഡ് ചേർക്കലുണ്ട്. കാരണം കാരറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ തിന്നായ സാധനമാണ് നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ. അതുകൊണ്ട് എല്ലാത്തിലും ഞാൻ എന്താണ് ബ്രെഡ് ചേർക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ വാട്ടി വെച്ച കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മളെ കുംസ് ചൂടാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നെയ്യ് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കായ്ക്കുംസിൻ്റെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം തുറന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായ നമ്മളെ ബദാം കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എന്ത് നട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് കാഷ്യൂ നട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബദാം യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ കുംസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ടൊന്ന് അടിഭാഗം കൂടി ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എണ്ണ എനിക്ക് മറിച്ചിടാൻ കൈ പൊള്ളുന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എന്താണ് തീ ഓണാക്കാതെയാണ് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് ആ പാത്രം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മളെ കുംസ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുംസ് ഇടുമ്പം അടിയിൽ വേറൊരു പാത്രം വെക്കണം, നിങ്ങൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അടി കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ കരിഞ്ഞ പോലെ കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ കരിഞ്ഞ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിന്. അതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടി ഒന്ന് ജസ്റ്റ് ആ നെയ്യിൻ്റെ ഒരു ഒന്ന് പൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അധികം ടൈമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അടിവാകം. ഓക്കെ, അങ്ങനെ നമ്മുടെ കായ്ക്കുംസ് അല്ലെങ്കിൽ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്തൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ തന്നെ ടാറ്റാ ബൈ.